പിണറായി വിജയന്റെ നാറിയ ഭരണം എന്ന് കേൾക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സർക്കാരിന്റെ ജനക്ഷേമപരമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലരും മനഃപൂർവ്വം മുക്കുകയും ചെയ്യുന്നുണ്ട്. 2023 ഫെബ്രുവരി 10 തീരദേശ പുനരധിവാസ പദ്ധതിയായ പുനർഗേഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുട്ടത്തറയിൽ നിർമ്മിക്കുന്ന 400 ഫ്ളാറ്റുകൾ ഉൾക്കൊള്ളുന്ന ഭവന സമുച്ചയത്തിന് തറക്കല്ലിട്ടത്. ഓഗസ്റ്റ് 7 നിർമ്മാണം പൂർത്തിയാക്കിയ 332 ഫ്ളാറ്റുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറിയിരിക്കുകയാണ്. 68 ഫ്ളാറ്റുകൾ രണ്ടാം ഘട്ടത്തിൽ പൂർത്തിയാക്കും. 81 കോടി രൂപയുടെ ഭരണാനുമതിയാണ് പദ്ധതിക്ക് നൽകിയിട്ടുള്ളത്. ഓരോ ഫ്ളാറ്റിലും ഒരു ഇരിപ്പുമുറി, ഭക്ഷണമുറി, 2 ബെഡ്റൂമുകൾ, ശൗചാലയം, അടുക്കള എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യാശ എന്നാണ് ഈ ഭവന സമുച്ചയത്തിന് പേര് നൽകിയിരിക്കുന്നത്. കേരളം ഒരു ദുരിതക്കയത്തിൽ മുങ്ങി നിന്നപ്പോൾ ഈ കടലിന്റെ മക്കൾ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ആ കടലിന്റെ മക്കളുടെ ഭവനത്തിന്റെ പ്രത്യാശ നമുക്കെല്ലാവർക്കും പകരട്ടെ. ഭരിക്കുന്നത് ഇടതുപക്ഷമായിരുന്നാലും വലതുപക്ഷമായിരുന്നാലും ഏത് പക്ഷമായിരുന്നാലും ശരി തന്നെയാണ്. ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഇരുകൈയും നീട്ടി അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നഖശികാന്തം എതിർക്കുകയും വേണം.